നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ തുടർച്ചയായ രണ്ടാമത്തെ ദിനം ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് റെഡിൽ അടച്ചു. പക്ഷേ ഇന്നലത്തെ പോലെയുള്ള സീവിയർ ആയിട്ടുള്ളൊരു വോളറ്റിലിറ്റി ഇന്ന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ബാങ്ക് നിഫ്റ്റി ഇന്ന് ഏകദേശം ഒരു 69 പോയിന്റ് മാത്രമാണ് ഫോൾ ആയിട്ടുള്ളൂ. ഇന്നലെ നടത്തിയ സീവിയർ സെൽ ഓഫിൻ്റെ പ്രധാന കാരണക്കാരൻ ഇവിടത്തെയുള്ള നമ്മളുടെ DAS ആയിരുന്നു, FIS അല്ല. FIS ഇന്നലെ ആക്ച്വലി 1900 കോടി രൂപക്ക് ബൈയിങ് ആണ് നടത്തിയിരുന്നത്. ഇന്ന് പ്രധാനമായിട്ടും ഗ്ലോബൽ മാർക്കറ്റ് റെഡിലാണ് ഇപ്പോൾ ഉള്ളത്. US നിന്ന് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് വരാനിരിക്കെ ഗ്ലോബൽ മാർക്കറ്റ് സ്ലൈറ്റ്ലി ബീറിഷ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇന്ത്യൻ നിഫ്റ്റി 150 പോയിന്റ്, സെൻസെക്സ് 535 പോയിന്റ്, എന്നാൽ ബാങ്ക് നിഫ്റ്റി 56 പോയിന്റ് മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുള്ളൂ. 1165 കമ്പനീസ് നെസ്സിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചപ്പോൾ 997 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ബജാജ് ഓട്ടോ, അദാനി എന്റർപ്രൈസസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അദാനി പോർട്ട്, ITC തുടങ്ങിയ കമ്പനീസാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. ഹിൻഡൽകോ, JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, L&T മൈൻട്രി, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനിയാണ്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 327 പോയിന്റ് ഇടിഞ്ഞ് 1.5% ഇടിഞ്ഞ് 21,523 നിഫ്റ്റിയുടെ നിൽപ്പ്. അതായത് ഓൾ ടൈം ഹൈയിൽ നിന്ന് 1.5% ഇടിഞ്ഞിട്ടുള്ളൂ നിഫ്റ്റി. പക്ഷെ നമ്മളുടെ ഒരു ഫീലിംഗ് വലിയ രീതിയിൽ നിഫ്റ്റി ഇടിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. വളരെ ചെറിയ ഒരു സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഒരു സെൽ ഓഫോ അല്ലെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള അവസ്ഥയൊന്നും മാർക്കറ്റിലില്ല. മറിച്ച് ഇന്ന് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ ശക്തമായ റാലി കണ്ടു. അവരെ സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് നമുക്ക് ന്യൂസ് സെക്ഷനിൽ ചർച്ച ചെയ്യാം. അത് പക്ഷേ ഇന്ത്യയിൽ ഇന്നത്തെ PMI ഡേറ്റ് സ്ലൈറ്റ്ലി ബെയറിഷാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. സ്വാഭാവികമായിട്ടുള്ള ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് വരെയുള്ളൂ. നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് പരിശോധിക്കാം. അടുത്ത മണി ഉള്ളത് 21,500 അപ്പോൾ 21,500 സ്ലൈറ്റ്ലി പുട്ട് അഡീഷണൽ കാണുന്നുണ്ട്. ഗ്രീൻ കളറുള്ളത് പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളാണ്, റെഡ് കളറുള്ളത് കോള് ഷോർട്ട് ചെയ്ത ആളുകളാണ്. പക്ഷെ കോള് ഷോർട്ടിങ് ഏകദേശം ഒരു 11 കോടി, പുട്ട് ഷോർട്ട് ഏകദേശം ഒരു 8 കോടി. PCR 0.7 ആണ്. 0.7 ആൻഡ് ബിലോ ടെമ്പററി ഒരു ബീറിഷ് സിനാരിയോയാണ് PCR അടിസ്ഥാനത്തിൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി പുട്ട് നോക്കുകയാണെങ്കിൽ 21,000 മേജർ സപ്പോർട്ട്, കോളിൽ 21,700, 21,600, 21,800 അങ്ങനെ അറഞ്ചം പുറഞ്ചം ആളുകൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് എന്നൊരു $10 ഇടിഞ്ഞ് 2049 എത്തി നിൽക്കുകയാണ്. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 40 പൈസ. ബ്രന്റ് ഓയിൽ $75.91 പെർ ബാരൽ. ഓസ്ട്രേലിയ 1.5% ഇടിഞ്ഞു. ചൈന ഫ്ലാറ്റാണ്. കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളിൽ ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജർമ്മൻ മാർക്കറ്റ് 160 പോയിന്റ് ഇടിഞ്ഞു. ഫ്രാൻസും UK എല്ലാം തന്നെ ഇടിഞ്ഞു. MOX മാത്രം, റഷ്യൻ മാർക്കറ്റ് മാത്രം ഗ്രീനിൽ. ബിറ്റ് കോയിനിലും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് 44,453. ഇന്ത്യ വിക്സ് 3.31% ഫോളായി 14 നിലയിലേക്ക് എത്തി നിൽക്കുന്നു. ഡോ ഫ്യൂച്ചറും ഇപ്പോൾ ഫ്ലോളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് ക്ലാസ് റൂമിൽ ഇരുന്നുള്ള പഠനം, അത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കൊച്ചിയിൽ നമുക്ക് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റും എല്ലാം തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്കിത് പഠിച്ചെടുക്കാൻ സാധിക്കും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സ്റ്റോക്ക് ന്യൂസിലേക്ക് കിടക്കാൻ ആദ്യമായിട്ട് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഹിൻഡൽബർഗ് എന്ന് പറയുന്ന ഷോർട്ട് സെല്ലിംഗ് കമ്പനി ഉന്നയിച്ച ആരോപണങ്ങളിൽ യാതൊരു തരത്തിലുള്ള സത്യങ്ങളും ഇല്ല എന്ന് ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞു. അതുമാത്രമല്ല CBIക്ക് കേസ് കൈമാറുന്ന യാതൊരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. ഇത് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ റാലി രേഖപ്പെടുത്താനായിട്ട് കാരണമായിട്ടുണ്ട്. അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്ട്, പവർ, ഗ്രീൻ, വിൽമർ തുടങ്ങിയ കമ്പനീസ് 3 മുതൽ ഏകദേശം ഒരു 4% വരെയുള്ള റാലി രേഖപ്പെടുത്തി, 5% വരെയുള്ള റാലി രേഖപ്പെടുത്തി ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഈ ഒരു വിധി വന്നതിന് ശേഷം ഗൗതം അദാനിയുടെ ട്വീറ്റ് സുപ്രീം കോടതിക്ക് നന്ദി അറിയിച്ചു, സത്യം ജയിച്ചു. കൂടാതെ തന്നെ കമ്പനിയോടൊപ്പം നിന്ന ആളുകളെടുത്ത് നന്ദി അറിയിച്ചു എന്നുള്ള ഒരു ട്വീറ്റും ഗൗതം അദാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും.
അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു, ഇനി അതിനൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് എക്സ്പേർട്സുകളെല്ലാം തന്നെ പറയുന്നത്. ഇനി അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ, ആ സ്റ്റോക്കുകളിൽ ഉണ്ടാകുന്ന സാധാരണ കമ്പനികളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ബുക്കിംഗ്, റാലി, അതായിട്ട് ബന്ധപ്പെട്ട് പോകും. ഈ ന്യൂസിന് യാതൊരു പ്രസക്തിയില്ല. കൂടാതെ തന്നെ ഈ ഒരു ന്യൂസിന് ശേഷം 15 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് അഡീഷണൽ ആയിട്ട് ആഡും ചെയ്തിട്ടുണ്ട് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്ക്. ഇനി ബജാജ് ഓട്ടോ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ജനുവരി 8 സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തി. VST ഇൻഡസ്ട്രീസ്, ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ, ഡിമാർട്ടിൻ്റെ തന്നെ ഓണർ രാധാകൃഷ്ണ ദമാനി VST ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സിഗരറ്റ് നിർമ്മാണ കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ നിക്ഷേപം വർദ്ധിപ്പിച്ചു. ഗെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി 139 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. KP എനർജി കമ്പനി സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 50 രൂപയ്ക്ക് ഹൈ ആണ്. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. M&M മോത്തിലാൽ നസ്വാൽ എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം M&Mനെ വീണ്ടും അപ്ഗ്രേഡ് ചെയ്തു. ഐഡിയ 2000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാത്തു നിൽക്കുന്ന ഐഡിയ, ഇന്ന് ചെറിയൊരു ന്യൂസ് ഉള്ളത് ഇവരുടെ ബാലാജി എന്ന് പറയുന്ന ഇവരുടെ സീനിയർ എക്സിക്യൂട്ടീവ് റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. റെയിൽടെൽ 52 രൂപയ്ക്ക് ഹൈ ആണ് സ്റ്റോക്ക് ഉള്ളത്. 35 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അമരരാജ ബാറ്ററി, തെലങ്കാനയിൽ ഇവരുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിന് ക്ലോഷർ നോട്ടീസുകളും എല്ലാം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. എന്നാൽ ഇന്ന് ഏകദേശം 9500 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ്, ഇതിന് സഹായമെല്ലാം തന്നെ തെലങ്കാന CM ഈ ഒരു കമ്പനിക്ക് അറിയിച്ചു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഇനി PMI ഡേറ്റ, ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ ഏകദേശം 18 മാസത്തെ ലോയിൽ വന്നു എന്നുള്ള ന്യൂസ്. ഫൈസാലോ ഡിജിറ്റൽ കമ്പനി ജനുവരി 31 ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഡോക്ടർ റെഡ്ഡി മെനോലാബ് എന്ന് പറയുന്ന കമ്പനീനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇവരുടെ ഗ്രോസ് അഡ്വാൻസ് 20% വർധനവ് രേഖപ്പെടുത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. സോഡിയാക് എനർജി കമ്പനി ഗുജറാത്തിൽ ഇവരുടെ 3000 കോടി രൂപ മുടക്കി ഇവരുടെ പ്ലാന്റ് കമ്പനി തുടങ്ങുന്നുണ്ട്. അദാനി ടോട്ടൽ ഗ്യാസ് ഇവരുടെയും ഒരു പുതിയ പ്ലാന്റ് ഗുജറാത്തിൽ വരുന്നുണ്ടെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള സ്റ്റോക്ക് ന്യൂസുകളായിട്ട് നമുക്ക് എത്താം. നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ മാക്സിമം ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നുണ്ട്. താങ്ക് യു. ബൈ ഓൾ.